ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു റിയൽ അക്കൗണ്ട്സ്. ഇന്ന് നമ്മൾ നോക്കുന്നത് ESI എന്താണെന്ന്. ESI അഥവാ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നത് ഇന്ത്യയിലെ തൊഴിൽ ഉദ്യോഗസ്ഥർക്കായി പ്രാബല്യത്തിലുള്ള ഒരു സാമൂഹ്യ സുരക്ഷാ പദ്ധതിയാണ്. ഇത് തൊഴിലാളികൾക്ക് ആരോഗ്യ പരിരക്ഷയും സാമ്പത്തിക സഹായവും ഉറപ്പാക്കുന്നതിനായി 1948 ഇൻഷുറൻസ് ആക്ട് പ്രകാരം രൂപീകരിക്കപ്പെട്ടതാണ്. ഇതിന്റെ നടത്തിപ്പ് എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ എന്ന സ്ഥാപനമാണ് നിർവഹിക്കുന്നത്. 10 അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്കും ഏതെങ്കിലും ജോലിക്കാരന്റെ പ്രതിമാസ വരുമാനം 21,000-ൽ താഴെയായിരിക്കുമ്പോഴും ഈ പദ്ധതി ബാധകമാണ്. അതായത് 21,000 വരെ പ്രതിമാസ ശമ്പളമുള്ള ജീവനക്കാർക്കും വികലാംഗ തൊഴിലാളികൾക്ക് 25,000 രൂപ വരെയുമാണ് ഇത് ബാധകമാകുന്നത്. ശമ്പളം 21,000-ൽ കവിഞ്ഞാലും ആദ്യമായി പദ്ധതി ആവിഷ്കരിച്ചപ്പോൾ അയാൾ അതിനുള്ളിലായിരുന്നുവെങ്കിൽ അതിന്റെ പരിരക്ഷ തുടരാവുന്നതുമാണ്. ഇതിനായി തൊഴിലാളിയും തൊഴിലുടമയും ചേർന്ന് പ്രതിമാസ വരുമാനത്തിന്റെ നിശ്ചിത ശതമാനം നിക്ഷേപിക്കേണ്ടതാണ്. തൊഴിലാളി തന്റെ വരുമാനത്തിന്റെ 0.75%, തൊഴിലുടമ 3.75% നിക്ഷേപിക്കേണ്ടതാണ്. ESI രജിസ്റ്റർ ചെയ്യാൻ വേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ്, സ്ഥാപനത്തിന്റെ വിലാസം തെളിയിക്കുന്ന രേഖ, കമ്പനിയുടെ പാൻ കാർഡ്, തൊഴിലാളികളുടെ വിശദാംശങ്ങൾ, ബാങ്ക് വിവരങ്ങൾ. ഇത്രയും ഡോക്യുമെന്റ്സ് ഉപയോഗിച്ച് ESI രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷം ഓരോ തൊഴിലാളികൾക്കും ESI നമ്പറും പെഹ്ചാൻ കാർഡും ESI അംഗത്വമുള്ള ഒരു തൊഴിലാളിക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ആശുപത്രി ചെലവുകളും മരുന്ന്, ശസ്ത്രക്രിയ എന്നിവയ്ക്ക് സബ്സിഡിയും ലഭിക്കും. കൂടാതെ രോഗം, പ്രസവം, അപായങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക സഹായവും ലഭിക്കും.